ഈ തേൻതുള്ളിയിൽ നാം നുകരുന്നത് മാലിക് ബിൻ ദീനാർ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ കഥയാണ്. നമുക്കെല്ലാവർക്കും പരിചയമുള്ള, നമ്മുടെ നാട്ടിലേക്ക് ഇസ്ലാം വഹിച്ചെത്തി എന്ന് നാം കരുതുന്ന മാലിക് ബിൻ ദീനാർ റഹ്മത്തുള്ളാഹി അലൈഹിയെക്കുറിച്ചല്ല, മറിച്ച് അങ്ങകലെ ബസറയിൽ ഇറാഖിൽ ജീവിച്ചിരുന്ന താബിഅകളിലെ പണ്ഡിത ശ്രേഷ്ഠനായിരുന്ന മഹാനായ മാലിക് ബിൻ ദീനാർ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച്. അക്കാലം കണ്ട ഏറ്റവും വലിയ പണ്ഡിതനായിരുന്നു അദ്ദേഹം. ഇമാം ദഹബി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തെക്കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ്: മിൻ അലാമി താബിഈൻ, താബിഈങ്ങളിലെ ഏറ്റവും വലിയ നേതാക്കന്മാരിൽപ്പെട്ട ആളായിരുന്നു മാലിക് ബിൻ ദീനാർ റഹ്മത്തുള്ളാഹി അലൈഹി എന്ന്. ഹിജ്റ 123 124 ആയിരുന്നു മഹാനവറുകളുടെ വഫാത്ത്. കഥ പറയാം. അദ്ദേഹം ബസറയിലെ അങ്ങാടിയിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. നേരെ മുമ്പിൽ ഒരു പഴക്കട. പഴക്കടയിലേക്ക് നോക്കിയപ്പോൾ കണ്ണുകൾ കടയിൽ നിരത്തി വച്ചിരിക്കുന്ന അത്തിപ്പഴത്തിൽ ഉടക്കി. അദ്ദേഹത്തിന് ഒരു അത്തിപ്പഴം കഴിക്കണമെന്ന കലശലായ ആഗ്രഹം. കടക്കാരനോട് അദ്ദേഹം അത്തിപ്പഴം ചോദിച്ചു. പക്ഷേ അദ്ദേഹത്തിൻ്റെ കയ്യിൽ പണമുണ്ടായിരുന്നില്ല. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഒരു അത്തിപ്പഴം എനിക്ക് താങ്കൾ കടം തരുമോ? കടക്കാരൻ നിഷ്കളങ്കമായി പറഞ്ഞു, ഞാൻ താങ്കളെ ഒട്ടും അറിയില്ല, പിന്നെ എങ്ങനെയാണ്, എന്തടിസ്ഥാനത്തിലാണ് ഞാൻ കടം തരിക? അത് ശരിയാണ് എന്ന് ഇമാം അവറുകൾക്ക് തോന്നി. അപ്പോൾ അദ്ദേഹം തൻ്റെ ചെരുപ്പ് കാണിച്ചു കൊടുത്തുകൊണ്ട് പറഞ്ഞു, ഈ ചെരുപ്പ് പണയമായി സ്വീകരിച്ച് പഴം തരാവോ എന്ന്. മാലിക് ബിൻ ദീനാർ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ചെരുപ്പിലേക്ക് ഒന്ന് എത്തി നോക്കിയിട്ട് കടക്കാരൻ പറഞ്ഞു, താങ്കളുടെ ഈ ചെരുപ്പിന് ഒന്നും കിട്ടുകയില്ല, പിന്നെ എങ്ങനെയാണ് ഞാനത് പണയമായി സ്വീകരിക്കുക? അതോടെ ഇമാം അവർകൾ മനസ്സിൽ നിന്ന് അത്തിപ്പഴം തിന്നാനുള്ള ആഗ്രഹം എടുത്തു കളഞ്ഞു. നമ്ര ശിരസ്കനായി അവിടെ നിന്നിറങ്ങി. ഇറങ്ങുന്ന രംഗം, ആ നിരാശ അടുത്ത് നിൽക്കുന്ന ഒരാൾ കണ്ടുപിടിച്ചു. അദ്ദേഹം നേരെ കടക്കാരൻ്റെ അടുക്കൽ വന്നുകൊണ്ട് കാര്യങ്ങൾ എന്താണ് എന്ന് ചോദിച്ചു. എല്ലാം കേട്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇവിടെ നിന്ന് നിരാശയോടെ ഇറങ്ങിയ ആൾ ആരാണെന്നറിയാമോ? ബസറയിലെ ഏറ്റവും വലിയ പണ്ഡിതനാണ് ഇമാം മാലിക് ബിൻ ദീനാർ റഹ്മത്തുള്ളാഹി അലൈഹി. അത് കേട്ടപ്പോൾ കടക്കാരന് വല്ലാത്ത വിഷമമായി. അദ്ദേഹം അത്തിപ്പഴമെടുത്ത് തൻ്റെ ഭൃത്യൻ്റെ കയ്യിൽ നടന്നു പോകുന്ന മാലിക് ബിൻ ദീനാർ റഹ്മത്തുള്ളാഹി അലൈഹി കൊടുത്തയച്ചു. പകരം ഒന്നും വേണ്ട, ഇത് സ്വീകരിച്ചാൽ മതി എന്നും പറഞ്ഞു. ഭൃത്യൻ ഇമാം അവറുകളുടെ തൊട്ടടുത്തെത്തി അത്തിപ്പഴം നീട്ടി പറഞ്ഞു, അങ്ങയെ എൻ്റെ മുതലാളി നേരത്തെ തിരിച്ചറിയാതിരുന്നത് കൊണ്ടാണ് പഴം തരാതിരുന്നത്. ഇതാ താങ്കൾക്ക് അദ്ദേഹം പഴം തന്നയച്ചിരിക്കുന്നു. ബിദൂനി മുഖാബിൽ, പകരമൊന്നും വേണ്ട, വിലയൊന്നും വേണ്ട. ഇമാം അവർകൾ ചിന്തിച്ചു, തൻ്റെ ദീൻ തനിക്ക് തന്ന ഇൽമിൻ്റെ പകരമായിട്ടാണല്ലോ അദ്ദേഹം അത്തിപ്പഴം വെറുതെ തരുന്നത്. അതുകൊണ്ട് പുഞ്ചിരിച്ചുകൊണ്ട് ഭൃത്യനോട് ഇമാം അവർകൾ പറഞ്ഞു, ലാ അബീഉദ്ദീന ബിത്തീൻ, അത്തിപ്പഴത്തിന് പകരമായി ഞാൻ എൻ്റെ ദീൻ വിൽക്കാൻ ഉദ്ദേശിക്കുന്നില്ല. വലാ ആക്കുലുത്തീന ഇലാ യൗമിദ്ദീൻ, അന്ത്യനാൾ വരെ ഞാനിനി അത്തിപ്പഴം കഴിക്കുകയുമില്ല. അത്ര സൂക്ഷ്മാലുക്കളായിരുന്നു നമുക്ക് മുമ്പേ നടന്നുപോയവർ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.